സാർ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കി. എന്തെങ്കിലും ഒക്കെ രാപകൽ ഇവന്മാർക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന, എന്നിട്ട് എന്തുവാ ഇപ്പൊ ട്രാൻസ്ഫർ അയച്ചേക്കുവാന്ന്. എന്ത് ചെയ്യാനാന്ന്. ഇപ്പൊ ഡൽഹിയിൽ പോണോന്ന്. അയ്യോ, ഇവിടെ വന്നൊന്ന് സെറ്റ് ആയി വരുന്നേ ഉള്ളൂ. അതാണ് ഞാനും വിചാരിച്ച ഈ പറയുന്നത് സെറ്റിൽ ആയതേ ഉള്ളൂ. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അതിനൊരു വഴിയുണ്ട്. ഞാൻ ആദ്യം അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അവൾ ഒരാഴ്ച നിന്നിട്ട് അവരെ കമ്പനിയൊക്കെ അങ്ങ് വെറുപ്പിച്ചിട്ട് ഞാൻ പറയും എനിക്കിവിടെ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ റിസൈൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞൊരു ഡ്രാമ കളിക്കാം. അങ്ങനെ ചെയ്തിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെ ട്രാൻസ്ഫർ ആയിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാം. എങ്ങനെയുണ്ട് ഐഡിയ? അത് നല്ലൊരു ഐഡിയ. അങ്ങനെ നീ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്ക്. ഞാനേ പോയിട്ട് ഇപ്പൊ വരാം. ശരി, ഞാൻ ഡ്രസ് പാക്ക് ചെയ്യാം. ഓക്കെ. A few moments later. രഞ്ജിത്തേട്ടനൊന്ന് വിളിച്ചു നോക്കാം. രഞ്ജിത്തേട്ടാ, നിങ്ങൾ ഈ ആഴ്ചയിലെ ഒരു ട്രിപ്പ് പോകുന്നേ ഡൽഹിയിലോട്ട്? ഓ, പട്ടായിലോട്ടാണോ? ഓക്കെ ഓക്കെ. അല്ല, വേറൊന്നുമല്ല, ചേട്ടൻ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ പട്ടായിലൊക്കെ ആണെങ്കിൽ അവിടെ തണുപ്പൊക്കെ അല്ലേ, വിൻഡർ ക്ലോത്ത് ഒക്കെ എടുത്ത് വെക്കണ്ടേ? ഓ, അത് വേണ്ടി ചോദിച്ചതാ. ഇല്ല, വേറൊന്നുമില്ല. ഓക്കെ, ശരി എന്നാ. ഓക്കെ. ജാക്കറ്റ് ഒക്കെ എടുത്ത് വെക്കണമായിരിക്കുമല്ലോ പട്ടായിൽ. കാരണം പട്ടായിൽ നല്ല തണുപ്പൊക്കെ അല്ലേ? അതെ, പട്ടായ നല്ല തണുപ്പാന്നൊക്കെ.